നീറ്റ് 2024 അടുത്ത് വരുന്ന ഈ ഒരു സമയത്ത് നിരവധി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമാണ് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അതിന് കൃത്യമായ മറുപടി പറഞ്ഞു തന്നുകൊണ്ട് ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശിവൻ സാർ, നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യങ്ങൾ ഒന്ന് കാണാം. വെല്ലൂർ മെഡിക്കൽ കോളേജ് SIUC Christian MBBS admission details and special reservation. MBBS admission in other states. Dual nativity certificate in Kerala and Maharashtra. OEC category cutoff private and government colleges. Video about NRI students studying MBBS in Kerala. Karnataka nursing admission details and fee structure. Details for sports and SC reservations. Latin Catholics admission to St. John's Medical College. Non-creamier certificate details. Ezhuvedi OEC category or OBC category and cutoff details. Details for BSc nursing. ESC IP quota MBBS seats and admission details. MES Medical College Perindalmana OEC category cutoff. Private MBBS seat in Kerala for the BS category cutoff. Details for PWS certificate. How to download the formats for bishops and other certificate forms. ESIC wage slip details. Forget to upload the study certificate for Karnataka state application. Can it be edited? Non-creamy layer certificate for Dhivara category. Non-creamy layer certificate validity. Income certificate for key medical application. Is there any reservation for a single parent child? Age limit female candidate in ESC IP seat. SC community certificate validity. സർ, നമ്മുടെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അഹമ്മദ് എന്ന് പറയുന്നൊരു പ്രേക്ഷകനാണ് ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ പുറത്ത് ഉള്ള സ്റ്റേറ്റുകളിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഇതാണ് ചോദ്യം. അതോ നമ്മുടെ MCCയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായാൽ മതിയോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം കർണാടകത്തിലൊക്കെ ആപ്ലിക്കേഷൻ വിളിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണ്. നമുക്ക് രണ്ട് രീതിയിലാണല്ലോ പ്രവേശനം നടക്കുന്നത്. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് നമുക്ക് പ്രവേശനം വേണ്ടതെങ്കിൽ 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലുള്ളത്. 20 എയിംസ് മെഡിക്കൽ കോളേജാണുള്ളത്. 2 ജിപ്മറുണ്ട്, AFMC ഉണ്ട്, 11 ESI മെഡിക്കൽ കോളേജുകളുണ്ട്, 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള കോളേജുകളിലാണ് നിങ്ങൾക്ക് പ്രവേശനം നേടേണ്ടതെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, അതായത് MCC.nic.in എന്ന വെബ്സൈറ്റിലൂടെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുകയും നമ്മളുടെ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും റിസർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുകയും ചെയ്യാം. അപ്പം കേരളത്തിന് പുറത്തുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ എയിംസിലോ ജിപ്മറിലോ AFMCയിലോ ESI മെഡിക്കൽ കോളേജിലോ ഒരു ഡീംഡ് കോളേജിലോ പ്രവേശനം കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ മാത്രം പങ്കെടുത്താൽ മതി. മറ്റൊരു സ്റ്റേറ്റിലും പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ കേരളത്തിന് പുറത്തുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ, ഡീംഡ് അല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ സെൻറ്റ് ജോൺസ് പോലെ, CMC വെല്ലൂർ പോലെ, ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് പോലെ മറ്റൊരു സംസ്ഥാനത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിലാണ് നമ്മൾ അതാത് സ്റ്റേറ്റിൻ്റെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതും അവിടെ ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും. അപ്പോൾ കർണാടകത്തിൽ ഡീംഡ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ കർണാടകത്തിൽ അപ്ലൈ ചെയ്യേണ്ട, കർണാടകത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ കർണാടകത്തിൽ ചെയ്യേണ്ട. പകരം കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. തമിഴ്നാട്ടിലെ ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിന് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ചെയ്യണം. PSG മെഡിക്കൽ കോളേജ് പോലുള്ളതൊക്കെ കോളേജിൽ പ്രവേശനം നേടണമെങ്കിൽ അവളെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. മഹാരാഷ്ട്രയിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഏത് സ്റ്റേറ്റിലും ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ 15% ഉയർന്ന ഫീസ് നിരക്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാത് സ്റ്റേറ്റുകളുടെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയും വേണം. സർ, ദിയ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്: പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജിന് എത്ര മാർക്ക് വേണം ഇൻ OBC കാറ്റഗറി? അത് അവിടെ ഒരു ചോദ്യത്തിന് ഒരല്പം സംശയമുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞതുമാണ്. അതായത് OBC എന്ന് പറയുമ്പോൾ കേരളത്തിൽ OBC എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ടൊരു സീറ്റില്ല. ഇവിടെ ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KU വിഭാഗം, KN വിഭാഗം, അങ്ങനെ OBC നോൺ ക്രിമിലെയർ ലഭിക്കുന്ന വിവിധ ജാതി വിഭാഗത്തിന് ഓരോന്നിനും പ്രത്യേകം കൗൺസിലിംഗ് രീതിയാണ്. അപ്പം OBCയിൽ എത്ര റാങ്ക് വേണമെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഇത് ഏത് കാറ്റഗറിയാണെന്ന് നമുക്കറിയാനാവില്ല. അതുകൊണ്ട് വ്യക്തമായ ഉത്തരം നമുക്ക് പറയാനും ആവില്ല. പിന്നെ പ്രത്യേകിച്ച് ഏതാണ് ഈ ഇസഡ്, ഈഴവയാണോ, മുസ്ലിമാണോ, ലാറ്റിൻ കാത്തലിക്സ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കി ഉത്തരം പറയാനാവുകയുള്ളൂ. പിന്നെ
നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുൻ എപ്പിസോഡുകളിൽ അല്ലേ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത കാര്യം. നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ ചോദ്യങ്ങളൊക്കെ ഇതിനു മുൻപും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് കൃത്യമായ മറുപടി ശിവൻ സാർ പറഞ്ഞിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാക്സിമം ചോദ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കടിയിൽ നമ്മുടെ ബ്രില്യൻ ടീമിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ടീമിൻ്റെ ഭാഗത്തു നിന്നൊരു ലിങ്ക് ഇടും. ആ ലിങ്കിൽ ഒരു ടൈം ഡ്യൂറേഷന് ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. അതായത് 5-ാമത്തെ മിനിറ്റിൽ ഇത്രാമത്തെ സെക്കൻഡിൽ ഇതിനുള്ള കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടാവും. അപ്പോൾ പ്രേക്ഷകരാരും തന്നെ വിഷമിക്കേണ്ട, ഇത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഞങ്ങൾ തരും. അത് ചിലപ്പോൾ മുൻ എപ്പിസോഡുകളിലുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ എപ്പിസോഡ് കാണുക. നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. പറഞ്ഞത് ഏറ്റവും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട എന്നല്ല, നിങ്ങൾക്ക് ഏത് സംശയവും ഏത് വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ താഴെ നിങ്ങൾക്കുള്ള സംശയം ന്യായമായിട്ടും കമൻറ്റ് ചെയ്യാം. അത് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ ഒഫീഷ്യൽ ആൾക്കാർ അതിനും ഓൾറെഡി മുമ്പ് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആ കമൻ്റായിട്ട് തന്നെ മറുപടി തരികയും അതിൻ്റെ ടൈം അതിനകത്ത് ആ ടൈമേ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് വീഡിയോയിലോട്ട് ആ സമയത്തോട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ മാറുകയും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട എന്നല്ല, ചോദിച്ചോളൂ. അതിന് ആ രീതിയിലായിരിക്കും നമ്മൾ മറുപടി നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സാർ, അതുപോലെ സോണിയ രാജ് എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ഒരു കമൻറ്റാണ്, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS നാടാർ SIUC ക്രിസ്ത്യൻ എത്ര മാർക്ക് ലഭിച്ചാൽ അഡ്മിഷൻ സാധ്യതയുണ്ട്? അതായത് CMC വെല്ലൂരിൽ മൊത്തം 100 സീറ്റുകളാണുള്ളത്. അവിടെ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്കാണ് 65% സീറ്റുകളും. തമിഴ്നാടിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ 35% സീറ്റുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. SIUC വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിന് നിലവിൽ അവിടെ പ്രത്യേക റിസർവേഷൻ ഇല്ല. എന്നാൽ ഓപ്പൺ കോട്ടയിലുള്ള 2 സീറ്റിനും എല്ലാ ക്രിസ്ത്യൻസിനും ലഭിക്കുന്ന 2 സീറ്റുകൾക്കും, അങ്ങനെ മൊത്തം 4 സീറ്റുകൾക്ക് എല്ലാ വ്യക്തികൾക്കും തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുകയും ഒപ്പം CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഏതാണ്ട് 650 മാർക്കിനൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ കോട്ടയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോട്ടയിലോ അവിടെ നമുക്ക് പ്രവേശനം ലഭിക്കും. സാർ, അടുത്തൊരു ചോദ്യം സിനി എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. ക്യാൻ യു പ്ലീസ് പോസ്റ്റ് എ വീഡിയോ അബൌട്ട് ബോൺസ് ഓഫ് മെഡിക്കൽ കോളേജസ് ഇൻ തമിഴ്നാട്? അതായത് നമുക്ക് വിവിധ മെഡിക്കൽ കോളേജുകളിൽ എപ്പോഴും നമുക്കറിയാം MBBS 4.5 വർഷം, ഹൗസ് സർജൻസി 1 വർഷം, അതിനുശേഷം ബോണ്ടിങ് സിസ്റ്റം, യഥാർത്ഥ സുപ്രീം കോടതി ഈ ബോണ്ടിങ് സിസ്റ്റം നിർത്തലാക്കിയതാണ്. ഒരു കാരണവശാലും 5.5 വർഷത്തെ MBBS പഠനത്തിന് ശേഷം ഒരു കാരണവശാലും ബോണ്ട് ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉള്ളതാണ്. എങ്കിൽ പോലും വിവിധ നിയമത്തിൻ്റെ ഇളവുകൾ കൊണ്ട് പലയിടത്തും ബോണ്ട് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എപ്പോഴും ചിന്തിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നമുക്കറിയാം CMC വെല്ലൂരിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ MBBSും ഹൗസ് സർജൻസിക്ക് ശേഷം 2 വർഷം ബോണ്ടുണ്ട്. ESI മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ പ്രവേശനം നേടുകയാണെങ്കിൽ 1 വർഷം നമ്മൾ ബോണ്ട് ചെയ്യണം. ഇതല്ലാതെ തമിഴ്നാട്ടിലെ ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ 5 വർഷം നമ്മൾ ബോണ്ട് ചെയ്യണമെന്നൊക്കെ എല്ലാവരും സാധാരണ പറയുന്നതാണ്. അങ്ങനെ ഇല്ല. യഥാർത്ഥത്തിൽ 4.5 വർഷത്തെ MBBS പഠനത്തിനും 1 വർഷത്തെ ഹൗസ് സർജൻസിക്കും ശേഷം നമുക്ക് PG എൻട്രൻസ് എഴുതുകയും നമുക്ക് പ്രവേശനം നേടി മാറിപ്പോവുകയും ചെയ്യാം. എന്നാൽ കോവിഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം വരികയും ഗവൺമെൻറ് ആവശ്യപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നല്ല ഏതൊരു മെഡിക്കൽ കോളേജിലെ കുട്ടികളും ബോണ്ട് ചെയ്യാൻ നിർബന്ധിതരുമാണ്. അതല്ലാതെ ഒരു ബോണ്ടിങ് സിസ്റ്റം തമിഴ്നാട്ടിലില്ല. പിന്നെ ഉള്ളത് നമുക്കറിയാം AFMCയിലുണ്ട്, അതുപോലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലുണ്ട്. പല മെഡിക്കൽ കോളേജുകളിലും പുറത്ത്, തമിഴ്നാടിന് പുറത്തുള്ള കോളേജുകളിൽ 1-2 കോളേജുകളിൽ ഈ ബോണ്ടിങ് സിസ്റ്റം ചെറിയ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ തമിഴ്നാടിന് മാത്രമായിട്ട് ഒരു ബോണ്ടിങ് സിസ്റ്റം ഇല്ല. അപ്പം ബോണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ കൃത്യമായ നോട്ടിഫിക്കേഷൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ അത് എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് മെയ് 5-ാം തീയതി നമുക്ക് ലഭിക്കുന്ന സ്കോറിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സാർ, അടുത്തൊരു ചോദ്യം അശ്വിൻ എന്ന് പറയുന്ന പ്രേക്ഷകരാണ്. സാർ, OEC BH എത്ര മാർക്ക് വേണം ഫോർ MBBS ഇൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആൻഡ് ഫോർ പ്രൈവറ്റ്? ഓക്കെ, അപ്പം OEC എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കേരളത്തിലെ പ്രവേശനമായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമാണുള്ളത്. അവിടെ BH വിഭാഗത്തിൽ 6 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കാണ് OEC ആയിട്ട് പരിഗണിക്കുകയും യാതൊരുവിധ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും പഠിക്കാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിൽ കഴിഞ്ഞ വർഷം 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ 2871 കേരള മെഡിക്കൽ റാങ്ക് വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 585 മാർക്കിനടുത്ത് വരെയുള്ളവർക്ക് ഫീസ് ഇല്ലാതെ ഗവൺമെൻറ് മേഖലയിലും
സ്വകാര്യ മേഖലയിൽ 9800 കേരള മെഡിക്കൽ റാങ്ക് വരെ എന്ന് വെച്ചാൽ 490 മാർക്ക് വരെയുള്ളവർക്കും ഫീസ് ഇല്ലാതെ സ്വകാര്യ മേഖലയിലും പഠിക്കാനായിട്ട് അവസരം ലഭിച്ചു. സർ, ആൻഡ്രിയ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ്. ചോദ്യം ഡ്യുവൽ നേറ്റിവിറ്റിയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കേരളത്തിൽ ഒരു സ്റ്റേറ്റ് കോട്ട 85% സ്റ്റേറ്റ് കോട്ട കിട്ടാനായിട്ട് ഒരേ ഒരു നിയമമാണ് അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചാലും മതിയാകും. ഇനി ഇതിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും ജന്മം കൊണ്ട് കേരളത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റുകളിലെയും 85% സ്റ്റേറ്റ് കോട്ട കിട്ടും. കേരളം, കർണാടകം, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന, പശ്ചിമ ബംഗാൾ എവിടെയാണെങ്കിലും ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കും. മറ്റൊരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് കോട്ടയിലുണ്ടെന്നും യാതൊരു കുഴപ്പവുമില്ല. അതാത് സ്റ്റേറ്റുകളുടെ നിയമങ്ങൾ എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്താൽ 85% സ്റ്റേറ്റ് കോട്ടയ്ക്കും വിവിധ സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കാം. എന്നാൽ തമിഴ്നാട് അല്ലെങ്കിൽ പഞ്ചാബ് പോലെയുള്ള സ്റ്റേറ്റുകൾ ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കുകയില്ല. ഒരു കാരണവശാലും മറ്റൊരു സ്റ്റേറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ തമിഴ്നാട്, പഞ്ചാബ് എന്നീ സ്റ്റേറ്റുകൾ പരിഗണിക്കുകയുമില്ല. സർ, അതുപോലെ വിദേശത്തു നിന്നുള്ള ഒരു പ്രേക്ഷകയാണ്, കമൻറ്റ് ഇതാണ്: ക്യാൻ യു പ്ലീസ് മേക്ക് വൺ വീഡിയോ അബൌട്ട് NRI സ്റ്റുഡൻസ് ടു സ്റ്റഡി MBBS ഇൻ കേരള? തീർച്ചയായിട്ടും നമുക്കത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത് തന്നെ അത് ചെയ്യുകയും ചെയ്യാം. അതിന് മുമ്പ് ഒരു വാചകം പറയുകയാണെങ്കിൽ, ഒരു NRI സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ NRI ആണ് പേരൻസ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് സീറ്റുകളോ മാനേജ്മെൻറ്റ് സീറ്റുകളോ മൈനോറിറ്റി സീറ്റുകളോ NRI സീറ്റുകളോ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. മുഴുവൻ സീറ്റുകൾക്കും കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന എല്ലാ സീറ്റുകളും താങ്കൾക്കും ലഭ്യമാണ്, അല്ലെങ്കിൽ താങ്കളുടെ കുട്ടിക്കും ലഭ്യമാണ്. കൂടുതലായിട്ട് 15% NRI സീറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം നല്ല മാർക്കുണ്ടെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കും. MBBS ഗവൺമെൻറ് മേഖലയുള്ള MBBS 500 മാർക്കൊക്കെയാണ് വരുന്നതെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കിട്ടും. 500 മാർക്കിലും താഴെയാണെന്നുണ്ടെങ്കിൽ NRI സീറ്റിൽ തന്നെ നമുക്ക് കേരളത്തിൽ പഠിക്കുകയും ചെയ്യാം. അപ്പം കേരളത്തിന് കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRI ആണെന്നുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും NRI മേഖലയിലും താങ്കളെ പരിഗണിക്കും. നമ്മൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം NRI ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി അതല്ല, എന്ത് വന്നാലും നമ്മൾ NRI ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അപ്ലൈ ചെയ്യുമ്പോൾ NRI എന്ന് കൊടുക്കുകയും ചെയ്യണ്ട. ഇപ്പോൾ ഒരു NRI ആണ്, പക്ഷേ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സീറ്റിന് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കേരളത്തിലുള്ള ഒരാളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റുകൾക്കും സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾക്കും എല്ലാത്തിനും അർഹതയുണ്ട്. NRI ആയിട്ട് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. NRI സീറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. സർ, ഷൈനി മാർട്ടിൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം: സർ, കർണാടക നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ കർണാടക സൈറ്റിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം? തീർച്ചയായിട്ടും. കാരണം 2021 തന്നെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ വ്യക്തമായ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. BSc നേഴ്സിംഗ് പ്രവേശനം ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുള്ളത്. കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഇന്ത്യ ലെവലിലും ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ BSc നേഴ്സിംഗ് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. തമിഴ്നാട്ടിലെ BSc നേഴ്സിംഗ് കിട്ടണമെങ്കിൽ തമിഴ്നാടിൻ്റേതായ പരീക്ഷയും, കർണാടകത്തിൽ എഴുതണമെങ്കിൽ ഏപ്രിൽ 18, 19 തീയതികൾ നടക്കുന്ന CET എക്സാമും, മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും നീറ്റ് എക്സാമും, അതുപോലെ മറ്റ് പല സ്റ്റേറ്റുകളിലും അവരവരുടേതായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ മാത്രമേ BSc നേഴ്സിംഗ് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലാണ് ഒരു BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർബന്ധമായും കർണാടകത്തിലെ ഇപ്പം വിളിച്ചിരിക്കുന്ന KEയിൽ അപ്ലൈ ചെയ്യുകയും 23-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യുകയും ഏപ്രിൽ 18, 19 തീയതികളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പ്രവേശന പരീക്ഷ എഴുതുകയും ചെയ്യണം. പിന്നെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലെ BSc നേഴ്സിംഗ് ആണ് കിട്ടുന്നത്. ഫീസ് വളരെയധികം വേരിയേഷനാണ്. വളരെ കുറഞ്ഞ ഫീസിലുള്ളതുകൊണ്ട് വളരെ കൂടിയ ഫീസിലുമുണ്ട്. അത് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് അവരുടെ നോട്ടിഫിക്കേഷൻ നോക്കി, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ പ്രവേശനം CETയുടെ റാങ്ക് അനുസരിച്ചായിരിക്കുമെന്ന് മാത്രം. സർ, അതുപോലെ ദീപ ഷിബു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്: SC സ്റ്റുഡൻസിന് സ്പോർട്സ് റിസർവേഷനും
SC റിസർവേഷനും കിട്ടുമോ? ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ എത്ര രൂപ ഫീസ് വരും സർ? തീർച്ചയായിട്ടും അതും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം ഒരു കുട്ടിക്ക് തന്നെ പല റിസർവേഷൻ അർഹത ഉണ്ടെങ്കിലും അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്ക് ഏറ്റവും നല്ല കോളേജ് കിട്ടാതെ പോകുമോ, കാരണം വേറൊരു റിസർവേഷനിൽ പരിഗണിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത്രയും നല്ല കോളേജ് ആയിരിക്കില്ല എന്നൊക്കെയുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രിഫറൻസ് ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡറിനാണ് പ്രാധാന്യം. ഇപ്പം നമ്മൾക്ക് ഏറ്റവും നല്ല താല്പര്യം ഏത് കോളേജിനാണോ ആ കോളേജ് നമുക്ക് അർഹതയുള്ള എല്ലാ റിസർവേഷനിലും നമുക്ക് തരാമോ എന്നാണ് നോക്കുന്നത്. നമ്മൾ 5 കോളേജ് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് വെക്കുന്നതിനകത്ത് ആദ്യം നമുക്ക് ജനറലായിട്ട് തരാൻ പറ്റുമോ നോക്കും, ഇല്ലെങ്കിൽ റിസർവേഷനിൽ തരാൻ പറ്റുമോ നോക്കും, ഇല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ തരാൻ പറ്റുമോ നോക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തരാമോ എന്ന് നോക്കും. എന്നിട്ടേ രണ്ടാമത്തത് പരിഗണിക്കുകയുള്ളൂ. രണ്ടാമത്തതും ഇതുപോലെ തന്നെ ജനറലായിട്ടും OBC ഉണ്ടെങ്കിൽ OBC ആയിട്ട്, അല്ലെ SC ആയിട്ട്, സ്പോർട്സ്, എക്സ് സർവീസ്മാന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അർഹതയുണ്ടോ ആ രീതിയിൽ രണ്ടാമത്തത് തരാമെന്ന് നോക്കും, ഇല്ലേ മൂന്നാമത്തത്. അപ്പം നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിനാണ് അവിടെ പ്രാധാന്യം. നിങ്ങൾക്ക് അർഹതയുള്ള എല്ലാ റിസർവേഷനും വെക്കുന്നത് തന്നെയാണ് നല്ലത്. SC കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഇൻ്റർനാഷണലിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, +1 +2 കാലയളവിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പോർട്സിനും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി SC കാൻഡിഡേറ്റ് ആയതുകൊണ്ട് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കേണ്ടതായിട്ടില്ല. ട്യൂഷൻ ഫീസാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ട്യൂഷൻ ഫീസ് എത്രയാണ്? 23,000, അത് കൊടുക്കണ്ട. സ്വകാര്യ മേഖലയാണെങ്കിൽ 7.5 ലക്ഷം, അതും കൊടുക്കണ്ട. പകരം ആ കോളേജിലെ ഹോസ്റ്റൽ ഫീസ്, സ്റ്റഡി മെറ്റീരിയൽ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതിന് നമ്മൾ അല്പം എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുമാത്രമേ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഒരു 10,000-നും 15,000-നും ഒക്കെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് ചിലവ് വരികയുള്ളൂ ഒരു വർഷം. സ്വകാര്യ മേഖലയാണെങ്കിൽ ഏതാണ്ട് 75,000, 1 ലക്ഷം വരെയൊക്കെയുള്ളൊരു ചിലവ് നമുക്ക് തരും. അതും പിന്നീട് നമുക്ക് ഗവൺമെൻറ് തിരികെ നൽകുന്നതാണ്. എന്നിരുന്നാലും അഡ്മിഷൻ സമയത്ത് ഏകദേശം 75,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്കുള്ളൊരു തുക നമുക്ക് സ്വകാര്യ മേഖലയാണെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ, ലൈബ്രറി, കോഷൻ ഡിപ്പോസിറ്റ്, ഹോസ്റ്റല്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും കൂടെ നമുക്ക് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് സ്വകാര്യ മേഖലയിലും ചിലവ് വരും. എന്നാൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇനത്തിൽ കൊടുക്കേണ്ടതായിട്ടില്ല. സാർ, അടുത്ത് പ്രിയ ആൻഡ്രോ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ലാറ്റിൻ കാത്തലിക്സുമായിട്ടും അതുപോലെ സെൻറ്റ് ജോൺസ് മൈനോറിറ്റിയിൽ ഓപ്ഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും, കാരണം അവിടെ പ്രത്യേകിച്ച് അവർ റോമൻ കാത്തലിക്സ് എന്ന് എടുത്തു പറയുമ്പോൾ ഈ ലാറ്റിൻ കാത്തലിക്സ് വിഭാഗം ഉൾപ്പെടുമോ എന്നുള്ളവർക്കൊരു സംശയമാണ്. അത് തീർച്ചയായിട്ടും ഉൾപ്പെടും. കാത്തലിക്സ് വിഭാഗത്തിന് ഒരുമിച്ചാണ് സീറ്റ് കിട്ടുന്നത്. അപ്പം RC8 സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് റോമൻ കാത്തലിക്സ് ഓപ്പൺ മെറിറ്റ്, ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് എന്നുള്ള ആ 60 സീറ്റുകളിൽ നമ്മളെയും പരിഗണിക്കും. ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റും ഒരുമിച്ച് ഒരൊറ്റ PDF ആയിട്ട് ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് എന്നുള്ള കോളത്തിൽ അപ്ലോഡ് ചെയ്യുകയും 11, 12 ക്ലാസ്സുകളിൽ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൻ്റെ ലെറ്റർ പാഡിൽ സ്റ്റഡി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്താൽ മതിയാകും. സർ, ജോയ്സി എന്ന് പറയുന്നൊരു പ്രേക്ഷകയാണ്. അമ്മ ലാറ്റിൻ, ഫാദർ RCയുമാണ്. അതിനാൽ കുട്ടിക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ മാത്രം, കേരള മെഡിക്കലിന് മാത്രം നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന ഒരു കാര്യമാണ്, മിശ്ര വിവാഹിതരുടെ മക്കൾക്ക് അതിൽ ഏത് റിസർവേഷനാണോ കൂടുതലുള്ളത് അത് വില്ലേജ് ഓഫീസർ അനുവദിക്കുമെങ്കിൽ അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടുത്തെ കേസിൽ അച്ഛൻ റോമൻ കാത്തലിക്സ് ആണ്, അമ്മ ലാറ്റിൻ കാത്തലിക്സ് ആണ്. അപ്പം അമ്മ OBC വിഭാഗത്തിലുള്ള ആളാണ്. പക്ഷേ കുട്ടി ജീവിക്കുന്നതും കുട്ടിയുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ജനറൽ എന്നാണ് കിടക്കുന്നത്. OBC റിസർവേഷൻ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നൽകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസർവേഷൻ കിട്ടും. അവിടെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രാധാന്യം. തരുമെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഇപ്പം അച്ഛൻ നായർ, അമ്മ ഈഴവ വിഭാഗം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഈഴവ വിഭാഗത്തിൻ്റെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കവിടെ റിസർവേഷൻ കിട്ടും. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, കുട്ടി ജനറൽ വിഭാഗത്തിലിരിക്കുമ്പം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തരാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരമുണ്ടോ എന്ന്. അത് കേരള പ്രോസ്പെക്ടസിലും കേരള മാനുവലിലും പ്രത്യേകം പറയുന്നുണ്ട്. കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് മിശ്ര വിവാഹിതരുടെ മക്കളാണെങ്കിൽ അവരിൽ ഒരാൾ കൂടിയ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാമെന്നുള്ളത് കേരള മാനുവലിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറാണ് ആ ഒരു ഓതറൈസേഷൻ നൽകിയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഇനി അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെങ്കിലോ അച്ഛൻ ജനറൽ, കുട്ടിയും ജനറൽ, അമ്മ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ആണെങ്കിൽ സീറ്റ് നമുക്ക് SC ST കിട്ടുകയില്ല, ജനറലായിട്ട് തന്നെ സീറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല, ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും സ്വകാര്യ കോളേജ് ആണെങ്കിലും. അപ്പോൾ ഒരു
2 പേരിൽ ഒരാൾ OBC ഒരാൾ SC, നമുക്ക് OBC വെച്ച് സീറ്റ് കിട്ടും, ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാം. അച്ഛനും ആ കുട്ടിക്കും ജനറൽ, അമ്മ SCയോ STയോ, നമുക്ക് ജനറൽ വെച്ച് സീറ്റ് കിട്ടും. SC അല്ലെങ്കിൽ ST ആയതുകൊണ്ട് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം. അവിടെ നമ്മൾ തഹസീൽദാരുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയോ STയോ ആണെങ്കിൽ മാത്രം തഹസീൽദാരെന്നുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റാണ് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ റോമൻ കാത്തലിക്സ്, അമ്മ ലാറ്റിൻ കാത്തലിക്സ്, അല്ലെങ്കിൽ അച്ഛൻ നായർ, അമ്മ ഈഴവ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. പകരം വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. സർ, അടുത്തൊരു സംശയമാണ്. സർ, ഈഴവതി നോട്ട് ഈഴവ OEC കാറ്റഗറി ആണോ ഓർ ഈസ് ഇറ്റ് OBC കാറ്റഗറി? ഇഫ് യെസ്, അതിൻ്റെ ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും? ഓക്കെ. നമുക്ക് ഈ കേരളത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 84ഓളം ജാതി അല്ലെങ്കിൽ ഉപജാതി വിഭാഗങ്ങളെയൊക്കെ OBC നോൺ ക്രിമിനൽ ആയിട്ടും അതിൽ തന്നെ 30ഓളം ജാതികളെ OEC ആയിട്ടും അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാം സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയധികം ജാതി വിഭാഗങ്ങളും ഉപജാതി വിഭാഗങ്ങളും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? കാരണം നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് നമുക്ക് കേരള മെഡിക്കലിന് അല്ലെങ്കിൽ കേരളത്തിൽ റിസർവേഷൻ കിട്ടുന്നത്. ഇപ്പം ഈ കുട്ടി ഈഴവതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നോൺ ക്രിമിനലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കേരളയുടെ ആപ്ലിക്കേഷൻ എങ്ങോട്ട് മാറും? 6 ലക്ഷത്തിൽ താഴെയാണ് ഇൻകമെങ്കിൽ OECയിലോട്ട് മാറും. 6 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിലോ OBCയിലോട്ട് മാറും. അപ്പം നമ്മൾ നോൺ ക്രിമിനലിൽ രേഖപ്പെടുത്തുന്ന ജാതിക്കനുസരിച്ചാണ് ഇവിടെ റിസർവേഷൻ. ആ ജാതി ഏത് വിഭാഗത്തിൽ വരുമെന്ന് നമുക്കറിയണമെങ്കിൽ കേരളയുടെ പ്രോസ്പെക്ടസിനകത്ത് ഈ ഓരോ ജാതികളെക്കുറിച്ചും അത് ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ഈഴവതി എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ OEC റിസർവേഷൻ ലഭിക്കുകയും ചെയ്യും. 6 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലുള്ള നോൺ ക്രിമിനലിൻ്റെ അടിസ്ഥാനത്തിൽ OBC ആയിട്ട് പരിഗണിക്കും, പക്ഷേ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. സർ, അതുപോലെ തന്നെ കീർത്തി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകയാണ് ഒരു അടുത്ത ചോദ്യം. സർ, BSc നഴ്സിംഗിന് അതർ സ്റ്റേറ്റ്സിൽ എൻട്രൻസ് എക്സാം എഴുതിയാൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ആ ചോദ്യം സാർ ഇപ്പോൾ ചോദിച്ചത് നന്നായി, കാരണം ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും വിവിധ എൻട്രൻസുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഏത് സീറ്റാണ് കിട്ടുന്നതെന്ന് പറയാൻ മറന്നുപോയി. മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം നമ്മൾ അതാത് എൻട്രൻസുകൾ അതാത് സ്റ്റേറ്റിൻ്റെ എഴുതുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കർണാടകത്തിൻ്റെ പരീക്ഷ എഴുതിയാൽ കർണാടകത്തിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മഹാരാഷ്ട്രയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും തെലുങ്കാനയാണെങ്കിലും നീറ്റ് എഴുതിയാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റുകളെ ലഭ്യമാവുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. കേരളത്തിൻ്റെ കാര്യങ്ങൾ +2 മാർക്ക് അനുസരിച്ചാണോ എൻട്രൻസ് അനുസരിച്ചാണോ, ഇവിടെയാണ് നമുക്ക് ഗവൺമെൻറ് സീറ്റുകളുള്ളത്. ഏതാണ്ട് 7000ഓളം സീറ്റുകൾ കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഏത് രീതിയിലാണ് പ്രവേശനം? +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഒരു പ്രവേശന പരീക്ഷയാണോ എന്നുള്ളത് ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുകയുള്ളൂ. ഇനി അതല്ല, നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മൗലാന, RAK, ജിപ്മർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മിലിറ്ററി നേഴ്സിംഗ്, ഇങ്ങനെയുള്ള മേഖലയിൽ ഗവൺമെൻറ് സീറ്റ് നീറ്റ് അടിസ്ഥാനത്തിൽ കിട്ടും. എയിംസിൻ്റെ പരീക്ഷ ജൂൺ 8-ാം തീയതി നടക്കുന്നുണ്ട്. 1400ഓളം സീറ്റുകളിൽ 1 രൂപ പോലും ഫീസില്ലാതെ നമുക്ക് പഠിക്കാം. ജൂൺ 8-ാം തീയതിത്തെ പ്രവേശന പരീക്ഷ എഴുതിയാൽ എയിംസ് കോളേജുകളിൽ കിട്ടും. അപ്പം ആ രീതിയിലുള്ള സീറ്റുകൾക്ക് അതാത് എൻട്രൻസുകളാണ് എഴുതേണ്ടത്. വിവിധ സ്റ്റേറ്റുകളുടെ എൻട്രൻസ് എഴുതിയാൽ മാനേജ്മെൻറ്റ് സീറ്റ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. സർ, ദീപ ബിജു എന്ന് പറയുന്നൊരു പ്രേക്ഷകയുടെ ചോദ്യമാണ്. ESI IP വഴി MBBS സീറ്റ് കിട്ടാൻ ESIയുടെ 11 കോളേജും വെക്കണോ? ആദ്യം വെക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്? നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓൾ ഇന്ത്യ റാങ്കിലാണ് അവിടെ പ്രാധാന്യം. നമുക്ക് ഏറ്റവും നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് വെക്കുന്നത് കിട്ടും. അതല്ല, നമ്മളുടെ റാങ്ക് അല്പം കുറവാണെങ്കിൽ അതിനനുസരിച്ചേ കിട്ടുകയുള്ളൂ. അപ്പം 11 കോളേജും വെക്കണോ എന്നുള്ളതിന് ഇപ്പോൾ നമുക്ക് 600 മാർക്കുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ, കാരണം ഒരു ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷനൊക്കെ കിട്ടുന്ന റേഞ്ചല്ലേ അത്. അപ്പോൾ അവിടെ നമ്മൾ 1-2 കോളേജുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടും. നമുക്ക് 550 മാർക്കേ ഉള്ളെങ്കിലോ 11 കോളേജും വെച്ചാൽ മാത്രമേ ഒരു സീറ്റ് കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ പറയുന്നത്, നമുക്കൊരു അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ ഒന്നും ഒഴിവാക്കുകയല്ല, എല്ലാ കോളേജും വെക്കണം. നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, പലർക്കും അബദ്ധം പറ്റുന്നതാണത്. ഓപ്ഷൻ കൊടുക്കുമ്പം
നമ്മളുടെ സാധ്യതകൾ നോക്കി മനസ്സിലാക്കാതെ 1 or 2 മാത്രം ഉൾക്കൊടുക്കും. അതുകൊണ്ട് തന്നെ കിട്ടാൻ നമ്മളെക്കാളും മാർക്ക് കുറഞ്ഞവർക്ക് ബാക്കിയുള്ള കിട്ടുകയും ചെയ്യും, നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ കുട്ടി തന്നെ ഇദ്ദേഹത്തിന് ഒരു കോളേജ് വെച്ചുള്ളതെന്ന് വിചാരിക്കുക, ഇദ്ദേഹത്തിനേക്കാളും കുറഞ്ഞ മാർക്കുകാർക്ക് വേറെ സീറ്റ് കിട്ടും. അപ്പം നമുക്ക് ഓപ്ഷൻ വെക്കുന്നതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തണം. പക്ഷേ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഒന്നാമത് വേണ്ടത്. അവിടെ നമുക്ക് മാർക്ക് തീരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എയിംസ് ഡൽഹി ഓപ്ഷനിൽ വെച്ചു എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പവുമില്ല. ഏത് കോളേജും നീറ്റ് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഉൾപ്പെടുത്താം. പക്ഷേ നമുക്ക് കിട്ടാൻ അർഹതയുള്ളതും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് 200 മാർക്ക് കിട്ടിയിട്ട് എയിംസുകൾ മാത്രം ഓപ്ഷനിൽ വെക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അർഹതയുള്ളതും ഉണ്ടായിരിക്കണം. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു ലിസ്റ്റ് ആയിരിക്കണം നാം തയ്യാറാക്കേണ്ടത്. കൃത്യമായിട്ടും അതിനെക്കുറിച്ചുള്ള സാധ്യതകളൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ മെയ് 5 ശേഷം ചർച്ച ചെയ്യുകയും ചെയ്യാം. സാർ, അടുത്തൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ OEC കാറ്റഗറി കിട്ടാൻ എത്ര മാർക്ക് വേണം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീടിനടുത്തുള്ളൊരു കോളേജിൽ പഠിക്കുക എന്നുള്ള ആഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. ഏറ്റവും നല്ല അത് തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ പ്രിഫറൻസ് ഓർഡറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. കാരണം നമ്മുടെ ഫീസിൻ്റെ സാധ്യതകളും നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള കോളേജുകളിലൊക്കെ ആയിരിക്കണം പ്രിഫറൻസ് തയ്യാറാക്കുമ്പോൾ ഒരു പരിഗണന കൊടുക്കേണ്ടത്. ഇപ്പം MESലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഒരു ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 3720 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്കാണ്, 580 മാർക്ക് വരെയുള്ള കുട്ടിക്കാണ് അവിടെ 3ാമത്തെ അലോട്ട്മെൻറ്റിലെങ്കിലും BH വിഭാഗത്തിൽ അല്ലെങ്കിൽ OEC വിഭാഗത്തിൽ അവിടെ സീറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. കേരള മെഡിക്കൽ റാങ്ക് 3720, നീറ്റിൻ്റെ മാർക്ക് ഏതാണ്ട് 580-അടുത്ത് 578, 580 ആയിരുന്നു നീറ്റിൻ്റെ മാർക്ക്. MESൽ MBBS കിട്ടിയത്. OEC വിഭാഗമായതുകൊണ്ട് 7.5 ലക്ഷം ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. 0 ട്യൂഷൻ ഫീസ്. എന്നാൽ അവിടുത്തെ ചിലവ്, താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ ചിലവ് ഏകദേശം 1 ലക്ഷത്തിന് രൂപയ്ക്ക് അടുത്തുള്ളത് നമ്മൾ കൊടുക്കേണ്ടതായി വരികയും ചെയ്യും. സർ, ജൂലി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, നമ്മൾ കർണാടക മെഡിക്കലിൽ അപ്ലൈ ചെയ്താൽ നേഴ്സിംഗ് എക്സാം എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇപ്പം നേഴ്സിങ്ങിനും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ MBBS കിട്ടാതെ പോകുമോ എന്നായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ കർണാടക മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തു വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ് ഏതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, ഏതൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അവിടെ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന്, കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അഗ്രികൾച്ചർ, വെറ്റിനറി പോലുള്ള നമുക്ക് കിട്ടുകയില്ല. നമുക്കാകെ കിട്ടുന്നത് നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ MBBSും BDSും അല്ലെങ്കിൽ CETയുടെ അടിസ്ഥാനത്തിൽ നേഴ്സിംഗുമാണ് കിട്ടുന്നത്. ഇതിന് രണ്ടിനും നമുക്ക് സെലക്ട് ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. ഇപ്പം നേഴ്സിംഗ് സെലക്ട് ചെയ്തു, ഏപ്രിൽ 18, 19 പരീക്ഷ എഴുതി നമ്മൾ നേഴ്സിങ്ങിന് അവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും യാതൊരു പ്രോബ്ലവുമില്ല. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കർണാടകത്തിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും ഏതാണ്ട് 700 സീറ്റുകളുണ്ട് അവിടെ ഈ 11 ലക്ഷം രൂപ MBBSന്. അതിനനുസരിച്ച് അർഹത കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറുകയും ചെയ്യാം. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റൊക്കെ വേണമായിരുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്, എല്ലാത്തിനും അപ്ലൈ ചെയ്യണം. എന്നിട്ട് മെയ് 5 ശേഷം ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുകയും ചെയ്യണം. സർ, അതുപോലെ അജിൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. സർ, BX കാറ്റഗറിയിലുള്ളവർക്ക് കേരളത്തിൽ പ്രൈവറ്റ് MBBS സീറ്റ് എത്ര മാർക്ക് വേണം? BX ആണല്ലേ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിന് 3 രീതിയിലാണ് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഒന്ന്, ജനറൽ വിഭാഗത്തിൽ ഏതാണ്ട് 9400 വരെ കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ച് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടും. പിന്നെ BX കാറ്റഗറിയിൽ ഏതാണ്ട് 11,400 കേരള മെഡിക്കൽ റാങ്ക് വരെ. അപ്പം നമുക്കറിയാം 470, 465 മാർക്ക് വരെയുള്ളവർക്ക് BXൻ്റെ കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ക്രിസ്ത്യൻ കോളേജുകളുണ്ട്. 7 ക്രിസ്ത്യൻ കോളേജുകളിൽ മൈനോറിറ്റി ആയിട്ടും സീറ്റ് കിട്ടും. 14,000 കേരള മെഡിക്കൽ റാങ്ക് വരെ, 440 മാർക്ക് വരെയുള്ളവർക്കും 450 മാർക്കിൻ്റെ അടുത്ത് വരെയുള്ളവർക്കും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ അവർക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ജനറലായിട്ടും, ഈ BX ആണെങ്കിൽ BX ആയിട്ടും, ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടും നമ്മളെ പരിഗണിക്കും. അതിനനുസരിച്ച് നമ്മൾ റാങ്ക് നോക്കുമ്പോൾ ഏതാണ്ട് 14,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ കോളേജുകളിൽ 7.5 lakhs പെർ ഇയറിന് MBBS കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PWD സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ആവശ്യമായി വേണ്ടത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. തീർച്ചയായിട്ടും. നമുക്ക് 2 ആപ്ലിക്കേഷനാണ് എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കേണ്ടത്. ഒന്ന് നീറ്റിന് അപ്ലൈ ചെയ്യണം, മറ്റൊന്ന് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം. ഈ രണ്ടിലും PWD റിസർവേഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ മാർക്കാണെങ്കിലും ഏറ്റവും മിനിമം മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള MBBS കിട്ടാൻ സാധ്യതയുള്ളതാണ് PWD, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. നമ്മളുടെ കുട്ടിക്ക് 40% മുകളിലുള്ള ഡിസബിലിറ്റി ആണുള്ളതെങ്കിൽ
നമുക്ക് PWD ആയിട്ട് നമ്മളെ പരിഗണിക്കും. നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അപ്പം അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നും ഫെബ്രുവരിയിലോ മാർച്ചിലോ ഇല്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ആ സർട്ടിഫിക്കറ്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള 40% മുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ നീറ്റ് എക്സാമിന് പോകുമ്പോൾ എക്സാം ഹാളിൽ കൊണ്ടുപോവുകയും ചെയ്യണം. അതിനുശേഷം ജൂൺ മാസത്തിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു 17 മെഡിക്കൽ കോളേജുകൾ അവർ ലിസ്റ്റ് തരും. ആ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, തമിഴ്നാട്ടിൽ മദ്രാസ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലുള്ള ഈ 17 മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നേരിട്ട് ചെല്ലുകയും അവരാണ് നമ്മുടെ PWD ഉണ്ടോ അത് എത്ര ശതമാനമാണെന്നുള്ളത് നീറ്റ് എക്സാമിന് ശേഷം മാത്രമേ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അതുവരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് നോക്കുന്നത്. അങ്ങനെ ജൂണിൽ നമ്മളുടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെല്ലുകയും നമ്മളെ മെഡിക്കൽ പരിശോധിച്ചതിന് ശേഷം അവർ അതിന് അർഹതയുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ അവർ നേരിട്ട് അറിയിക്കുകയും നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ എയിംസിനും ജിമ്മറിനും ഓൾ ഇന്ത്യ കോട്ടയ്ക്കും ഒക്കെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കത് ലഭിക്കുകയും ചെയ്യും. കേരള മെഡിക്കലിന് മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ PWD എന്ന് പറയുന്നു. നമ്മൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ മാർക്കും ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെ കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ആ സമയത്ത് അതായത് ഏതാണ്ട് ജൂൺ മാസത്തോടു കൂടി കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞുകൊണ്ട് കേരള എൻട്രൻസ് കമ്മീഷണറാണ് അവിടെ നമ്മളെ വിളിക്കുന്നത്. അവിടെ ആ വിഭാഗത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജിൽ വിഭാഗത്തിൽപ്പെട്ട PWD സർജന്മാരും ഡോക്ടർമാരും നമ്മളെ നോക്കുകയും നമുക്കതിന് അർഹതയുണ്ടെങ്കിൽ അവരത് കേരള എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കുകയും PWD വിഭാഗത്തിനായിട്ട് സെപ്പറേറ്റ് റാങ്ക് വരികയും ചെയ്യും. അവിടെയും നമുക്ക് മിനിമം മാർക്കുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ വർഷം 40% മുകളിലുള്ള വളരെ കുറച്ച് പേർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ളൂ. ആ വിഭാഗത്തിൽപ്പെട്ട 35ഓളം സീറ്റുകൾ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അത് ജനറൽ വിഭാഗത്തിന് കൊടുക്കുകയായിരുന്നു. അപ്പം ഒരു PWD വിഭാഗമാണെങ്കിൽ 40% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്കിതുണ്ടോ ഇല്ലയോ എന്നറിയണം. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ വളരെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കുട്ടിയെ വെറുതെ വിഷമിപ്പിക്കരുത്. നമുക്കിത് കിട്ടുമോ ഇല്ലയോ, ഇതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമ്മൾ അറിയണം. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരായി നമ്മളുടെ ഡിസബിലിറ്റി എത്ര % ആണെന്ന് മനസ്സിലാക്കുക. പല ഡിസീസസും അല്ലെങ്കിൽ പലതും ക്യൂറബിളാണ്. എന്നുവെച്ചാൽ നമുക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതല്ലെങ്കിൽ മരുന്ന് കഴിച്ച് നമുക്കത് മാറ്റാവുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ PWD കിട്ടുകയില്ല. അപ്പം ഇതിന് അർഹതയുണ്ടോ ഇല്ലയോ, 40% മുകളിലാണോ എന്ന് ആദ്യം നമ്മളൊരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ പോയി ഹാജരാക്കി ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുക. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുക. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. നീറ്റ് എക്സാം എഴുതുക. ജൂൺ മാസത്തിൽ കേരള എൻട്രൻസ് കമ്മീഷൻ വിളിക്കുമ്പോൾ അവിടുത്തെ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയും അവർ നമുക്ക് PWD സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. ഇനി അവർ തന്നില്ലെങ്കിലോ ജനറലായിട്ട് നമ്മളെ പരിഗണിക്കും. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ കേരളത്തിലോ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഹാജരാവുകയും അവിടുന്ന് PWD സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയുമാണ് ചെയ്യേണ്ട രീതി. സർ, അതുപോലെ തന്നെ ബീന സൈമൺ എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്, ഹൗ ടു ഡൗൺലോഡ് ദ ഫോർമാറ്റ്സ് ഓഫ് ബിഷപ്സ് ആൻഡ് അതർ സർട്ടിഫിക്കറ്റ് ഫോംസ്? കർണാടക മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കാത്തലിക് വിഭാഗത്തിന് സീറ്റ് കിട്ടാനായിട്ടാണ് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും നമ്മൾ ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചത്. സാധാരണ KEA.KR.NIC.in നമ്മുടെ കർണാടക മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ്റെ അതേ ലിങ്കിൽ തന്നെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുകയും അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വരികയും അതിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇതുവരെയും കർണാടകയുടെ സൈറ്റിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് വന്നിട്ടില്ല. പകരം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2023-24 കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ലഭിക്കും. അതിൽ നിന്ന് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എടുക്കുകയും ആ രീതിയിൽ തയ്യാറാക്കി ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും നമുക്ക് കർണാടകയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. നിലവിൽ നമ്മൾ നോക്കേണ്ടത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ MBBS ഇൻഫർമേഷൻ ബുള്ളറ്റിനിലാണ്. സാർ, അതുപോലെ തന്നെ ഷൈനി എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, ESI വേസ്റ്റ് സ്ലിപ്പ്
ലേബറിൻ്റെ ഓഫീസിൽ നിന്ന് അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണോ? ബേസിക് സാലറി 25,000 ആണെങ്കിൽ അത് തടസ്സമാകുമോ? അതായത് ESI IP കോട്ട ഉപയോഗിച്ച് ഇന്ത്യയിലെ 11 മെഡിക്കൽ കോളേജിലെ 456 MBBS സീറ്റുകൾ 24,000 രൂപ മാത്രം വാർഷിക ഫീസിൽ പഠിക്കാൻ പറ്റുന്ന റിസർവേഷനെ കുറിച്ചാണ് ഈ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 63,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ 550 മാർക്ക് വരെയാണ് ESI വിഭാഗത്തിന് IP വാർഡായിട്ടുള്ളവർക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തത്. എങ്ങനെയാണത് കിട്ടുന്നത്? നമുക്ക് 2023 സെപ്റ്റംബർ മുതലെങ്കിലും മിനിമം 2023 സെപ്റ്റംബർ മുതലെങ്കിലും ESI മെമ്പർ ആയിട്ടുള്ള അച്ഛനോ അമ്മയ്ക്കോ അവരുടെ മക്കൾക്ക് ലഭിക്കുന്ന റിസർവേഷനാണ് ESIയുടെ റിസർവേഷൻ. 25,000 രൂപ ബേസിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. 2023 സെപ്റ്റംബർ മുതൽ നമ്മുടെ സാലറിയിൽ ESIയുടെ വിഹിതം കട്ട് ചെയ്യുകയും അത് ആ സ്ഥാപനം റെഗുലറായിട്ട് അടയ്ക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ സാലറി എത്രയെങ്കിലും ആണെങ്കിലും ESI മെമ്പർ ആണോ, നിലവിൽ മെമ്പർ ആയിരിക്കണം. ഓരോ മാസത്തിലും നമ്മളുടെ സാലറിയിൽ നിന്നുള്ള എമൗണ്ട് കട്ട് ചെയ്യുകയും അത് ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനക്കാർ കൃത്യമായി ESIയുടെ ഓഫീസിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മെയ് 5-ാം തീയതി നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ESIയുടെ വെബ്സൈറ്റിൽ IP സർട്ടിഫിക്കറ്റിനായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അവിടെ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ESIയുടെ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ അവർ ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് നമ്മളൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ IP സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. സാർ, അതുപോലെ തന്നെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. സാർ, ഐ ഫോർഗോട്ട് ടു അപ്ലോഡ് ദ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഫോർ കർണാടക സ്റ്റേറ്റ് ആപ്ലിക്കേഷൻ. ക്യാൻ ഇറ്റ് ബി എഡിറ്റഡ്? നമുക്കിപ്പോൾ കർണാടകയുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ വരെ വളരെയധികം ഡിഫിക്കൽട്ടി ആയിരുന്നു നമുക്ക് ആ വെബ്സൈറ്റിൽ ചെയ്യാനായിട്ട്, അല്ലേ? ആദ്യത്തെ ദിവസം കാണിച്ച സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല പിന്നീട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ആദ്യത്തെ ഒത്തിരി അവർ സൈറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിന് പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ കൊടുത്തു മാറിപ്പോയി എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. അപ്ലൈ ചെയ്യുകയും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നീറ്റ് എക്സാമിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടി നമുക്ക് അവിടെ നേരിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഏത് റിസർവേഷനും ക്ലെയിം ചെയ്യാം. അപ്പം അവിടെ നമുക്ക് കാത്തലിക്സ് എന്നോ അല്ലെങ്കിൽ മൈനോറിറ്റി എന്നോ അതൊന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോളേജുകളുടെ ഒക്കെ നമുക്ക് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അർഹത ഉണ്ടായിരിക്കും. ഇപ്പോൾ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ആ മൊഡ്യൂള്. അവിടെ നമ്മുടെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉണ്ടായിട്ട് കർണാടകത്തിൽ നിന്ന് തന്നെ കിട്ടിയ മൈനോറിറ്റി സർട്ടിഫിക്കറ്റും അവരുടെ വിവിധ റിസർവേഷൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ അവർ പരിശോധിക്കുന്ന സമയമാണിപ്പോൾ. നമ്മളുടേത് നീറ്റ് എക്സാമിന് ശേഷം വെരിഫിക്കേഷന് വേണ്ടി ഹാജരാകുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ടത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. സാർ, അടുത്തൊരു ചോദ്യം. സാർ, ധീവര വിഭാഗം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമാണ്? കേരള മെഡിക്കലിനും നീറ്റിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ധീവര വിഭാഗത്തിന് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ധീവര വിഭാഗത്തിന് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ്ങിനും ഗവൺമെൻറ്റിലൊന്നും ഫീസില്ലാതെ പഠിക്കാൻ പറ്റുന്നൊരു വിഭാഗമാണ് ധീവര. അപ്പം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്താൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠിക്കാൻ സാധിക്കും. സാർ, അടുത്തൊരു ചോദ്യമാണ്. NCL തഹസിൽദാർ റിപ്പോർട്ട് എടുത്തു വെച്ചാൽ വാലിഡിറ്റി എത്ര? നമുക്ക് നീറ്റിനും കേരള മെഡിക്കലിനും നോൺ ക്രിമിനൽ NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അതിൽ തഹസീൽദാരിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നമുക്ക് നോൺ ക്രിമിനൽ അല്ലെ ഇൻകം എന്ന് പറയുന്നതിന് 1 വർഷമാണ് വാലിഡിറ്റി. അപ്പം നമുക്ക് എപ്പോഴാണ് ഇപ്പം നീറ്റിനെ സംബന്ധിച്ചോളം നമ്മുടെ സമയത്ത് നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോട്ട വഴി എയിംസ്, ജിപ്മർ, ESI അഡ്മിഷന് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് മാത്രമാണ് പ്രസക്തി. അപ്പോൾ ഇപ്പോഴെടുക്കുക എന്ന് വിചാരിക്കുക 2024 ഫെബ്രുവരിയിൽ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ജൂലൈയിലോ ആഗസ്റ്റിലോ അഡ്മിഷന് പോകുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനും നമുക്ക് ഇപ്പോഴേ എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. 2024 ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വാലിഡിറ്റി ഉണ്ട്. 1 വർഷമാണ് വാലിഡിറ്റി. ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ അപേക്ഷിക്കുന്ന സമയത്തും വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ്
അതാത് ഏജൻസികൾ പരിശോധിക്കുന്നത്. സാർ, അടുത്തൊരു സിനു എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. കീം നീറ്റിന് അപ്ലൈ ചെയ്യാൻ ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? കുട്ടിയുടെ പേരിലാണോ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്? തീർച്ചയായിട്ടും, കാരണം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ OEC വിഭാഗം, ബാക്ക്വേർഡ് ഹിന്ദു ഒക്കെ പോലുള്ള വിഭാഗത്തിന് 6 ലക്ഷത്തിൽ താഴെ വരുമാനമുണ്ടെന്ന് കാണിക്കാൻ മാത്രമേ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതല്ലാതെ ഒരു വിഭാഗത്തിനും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് യാതൊരുവിധ ഫീസ് കൺസെഷനോ കൂടുതൽ ബെനിഫിറ്റോ ഇല്ല. അതായത് യാതൊരുവിധ റിസർവേഷൻ ലഭിക്കാത്ത ജനറൽ വിഭാഗമായിരിക്കാം, നോൺ ക്രിമിലിയർ ആയിരിക്കാം, ഏത് വിഭാഗമാണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ച് യാതൊരു ബെനിഫിറ്റുകളും മെഡിക്കലിനില്ല. അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ OEC റിസർവേഷൻ കിട്ടാൻ 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെന്ന് കാണിക്കാനായിട്ട് അത് നിർബന്ധമാണ് താനും. ഇനി നോൺ ക്രിമിലിയറിന് കിട്ടണമെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട, നോൺ ക്രിമിലിയർ ആണ് വെക്കേണ്ടത്. അപ്പോൾ അതിനോട് പ്രസക്തി ഇല്ല എന്നുള്ളത് പറഞ്ഞു. ഇനി ഇത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പവുമില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് വെച്ചുകൊണ്ട് ഫീസ് കൺസെഷനോ സീറ്റ് റിസർവേഷനോ ഇല്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ എൻജിനീയറിങ്ങിന് ഇതുകൊണ്ട് പ്രയോജനവുമുണ്ട്. കേരളത്തിൽ അർദ്ധ സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആണ് നമുക്ക് പ്രവേശനം കിട്ടുന്നതെങ്കിൽ വരുമാനം കുറഞ്ഞ കുട്ടികൾക്ക് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് വരുമാനം കുറഞ്ഞവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത്. അപ്പം എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വരുമാനം കുറഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലാണ് വേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആരാണോ ഇൻകം ഉള്ളയാൾ, ആരുടെ പേരിലുള്ള സാലറി സർട്ടിഫിക്കറ്റ് ആണോ അല്ല ആരുടെ പേരിലുള്ള ടാക്സ് ഒക്കെ ആണോ അടയ്ക്കുന്നത്, അയാൾക്കാണ് ഇൻകം സർട്ടിഫിക്കറ്റിന് അർഹത. അതായത് നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ പേരിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വന്ന് വിചാരിച്ചോ അതിന് നിയമസാധുത ഇല്ലാതെ പോവുകയോ അത് തള്ളിക്കളയുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആരുടെ പേരിൽ നിന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് ഇനിയാണ് മേടിക്കാൻ പോകുന്നതെങ്കിൽ ഇൻകം ഉള്ള ആളുടെ പേരിൽ മേടിക്കുകയും അച്ഛൻ്റെയോ അമ്മയുടെ പേരിൽ മേടിക്കുകയും കുട്ടിയുടെ പേരിൽ ഫാദർ ഓഫ് അല്ല സൺ ഓഫ് എന്ന് കാണിച്ചുകൊണ്ട് കുട്ടിയുടെ പേര് അതിനകത്ത് കാണിക്കുകയും ചെയ്യുക. എന്നാൽ നോൺ ക്രിമിലിയർ, EWS, മൈനോറിറ്റി എന്നിവ കുട്ടിയുടെ പേരിലാണ് മേടിക്കേണ്ടത്. സാർ, അതുപോലെ നന്ദന എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, ജനറലിൽ നിന്ന് EWSലേക്ക് മാറാൻ സാധിക്കും? ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ജനറൽ വിഭാഗത്തിന് മാത്രം കിട്ടുന്ന റിസർവേഷനാണ് EWS. അപ്പോൾ ജനറലിൽ നിന്ന് EWSയുടെ ഒരു മാറ്റമില്ല. നിങ്ങൾ EWS ആണെങ്കിൽ അതിൻ്റെ നിയമം അനുശാസിക്കുന്നുവെങ്കിൽ താങ്കൾ EWS ആണ്, മാറേണ്ട കാര്യമൊന്നുമില്ല. സെൻട്രലിനും സ്റ്റേറ്റിനും 2 നിയമങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് താങ്കൾക്ക് ഏതിനാണോ അർഹത സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി, താങ്കൾ EWS ആവും. മാറേണ്ട കാര്യമില്ല. ആ അർഹതയുണ്ടോ ഇല്ലോ എന്നതാണ് പരിശോധിക്കേണ്ടത്. സാർ, അതുപോലെ ഒരു പ്രേക്ഷക സാഹിറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: സിംഗിൾ പേരൻസ് ഉള്ള കുട്ടികൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കിട്ടുമോ? സിംഗിൾ പേരൻ്റ് ഉള്ള കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഇപ്പോൾ സാറ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു റിസർവേഷനെ കുറിച്ച് നീറ്റ് വഴിയോ കേരള മെഡിക്കൽ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ഇതുവഴിയും അങ്ങനെ ഒരു റിസർവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫീസ് കൺസെഷനെ കുറിച്ചോ ഒന്നും ഒരു ചോദ്യമില്ല. അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ല. സാർ, അടുത്ത ചോദ്യം: ഈസ് ദെയർ ഈസ് എനി ഏജ് ലിമിറ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻ ESI IP സീറ്റ്? ESI IP സീറ്റ് ഈ 11 കോളേജിലെ 450 സീറ്റുകൾക്ക് ആൺകുട്ടികൾക്ക് 21 വയസ്സ് എന്നുള്ളൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. പെൺകുട്ടികൾക്ക് അത് ബാധകമല്ല. അതായത് ആൺകുട്ടികൾക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ ESI IP സീറ്റ് കിട്ടുകയില്ല. പെൺകുട്ടികൾക്ക് പ്രായപരിധി ഇല്ല, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല ESI IP കിട്ടാനായിട്ട്. സാർ, അടുത്തൊരു ചോദ്യം: 2023 മാർച്ച് മാസം എടുത്ത SC കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈ വർഷത്തേക്കും അത് തന്നെ മതിയാവില്ലേ? അതായത് SC ST അങ്ങനെയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 3 വർഷമാണ് വാലിഡിറ്റി. ഈ ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലിയർ എന്നിവയ്ക്ക് മാത്രമേ 1 വർഷമുള്ളൂ. ഈ സർട്ടിഫിക്കറ്റുകൾക്ക് SC സർട്ടിഫിക്കറ്റ്, ST സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതിനൊക്കെ 3 വർഷം വാലിഡിറ്റി ഉണ്ട്. അതിൽ നേറ്റിവിറ്റിയൊക്കെ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകളാണ്. സാർ, അടുത്ത GC സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. സാർ, ESI OBC കാറ്റഗറി കഴിഞ്ഞ വർഷം കിട്ടിയ ലാസ്റ്റ് മാർക്ക് പറയാമോ? കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ESI കാറ്റഗറിക്ക് ലാസ്റ്റ് മാർക്ക് എത്രയാണ്? 11 മെഡിക്കൽ കോളേജുകളുടെ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ് 71,000 വരെയും, അതായത് 545 മാർക്ക് വരെയും OBC വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു MBBS സീറ്റുകൾ 3ാമത്തെ റൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നമുക്കറിയാം, ഇവിടെയുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടും OBC വിഭാഗത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും 640 വരെയൊക്കെയല്ലേ ഇവിടെ നമുക്കൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് താരതമ്യം വളരെ കൂടുതലായിരുന്നു കൊല്ലം പാരിപ്പള്ളിയിലെ OBC വിഭാഗത്തിന്. 600 മാർക്കിനൊക്കെ അടുത്താണെങ്കിൽ മാത്രമേ കൊല്ലം പാരിപ്പള്ളിയിലൊരു ESI IP വിഭാഗത്തിലൊരു സീറ്റ് ലഭിച്ചിട്ടുള്ളൂ.
സർ അതുപോലെ നേഹ എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്, ഈസ് ദെയർ അപ്പർ ഏജ് ലിമിറ്റ് ഓഫ് നീറ്റ് 2024? അതുകൂടെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ ഏജ് ഈ നീറ്റിനെ സംബന്ധിച്ചോളം നീറ്റിന് മിനിമം ഏജ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. ഏത് വർഷമാണോ എൻട്രൻസ് എക്സാം എഴുതുന്നത് ആ വർഷം 17 മാത്രമേ ഉള്ളൂ നിയമം. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും നീറ്റ് എക്സാം എഴുതാം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ആരുടെ പേരിലാണ് വേണ്ടത്, കുട്ടിയുടെ പേരിലാണോ അച്ഛൻ്റെ പേരിലാണോ വേണ്ടതെന്നുള്ളത് ആരുടെ പേരിലായാലും കുഴപ്പമില്ല. അതിനകത്ത് ഇപ്പം അച്ഛൻ്റെ പേരിലാണെങ്കിൽ അതിനകത്ത് കുട്ടിയുടെ പേരും, കുട്ടിയുടെ പേരിലാണെങ്കിൽ അതിനകത്ത് അച്ഛൻ്റെ പേരും ഉണ്ടായാൽ മാത്രം മതിയാകും. ഓക്കെ സർ, അടുത്ത ചോദ്യമാണ് സീജ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. Sir, is it true that if a student wants to apply for NEET, needs his own phone number? നീറ്റിന് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും നമുക്കുണ്ടായിരിക്കണം. അത് കുട്ടിയുടെ തന്നെ വേണോ, അച്ഛൻ്റെ വേണോ, അമ്മയുടെ വേണോ, അങ്ങനെ ഒന്നുമില്ല. ലൈവായിട്ടുള്ളത്, അതായത് അതിനകത്തൊരു അലേർട്ട് വന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ നമ്മളെ അറിയിക്കാൻ പാകത്തിലുള്ള ആരുടെ വേണമെങ്കിലും കൊടുക്കാം. കുട്ടിയുടെ തന്നെ പേരിലുള്ളതായിരിക്കണം, അച്ഛൻ്റെ പേരിലുള്ളതായിരിക്കണം, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളത് ഏതാണോ അതനുസരിച്ചുള്ള 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും നമ്മൾ നീറ്റിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം. അതിൽ ആദ്യം കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും അവസാനം അഡ്മിഷൻ സമയം വരെ, അതിനകത്താണ് OTP വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമുള്ള, എപ്പോഴും ഒരു മെസ്സേജ് വന്നാൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന, ഒരു OTP വന്നാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ആയിരിക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. സാർ അടുത്തൊരു ചോദ്യം, SCക്ക് സീറ്റ് കിട്ടാൻ 400 മാർക്ക് മതിയോ? നമുക്ക് അങ്ങനെ ചില വർഷങ്ങളിൽ 400 മാർക്കാണെങ്കിലും കിട്ടിയിട്ടുണ്ട്, ചില വർഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിനിമം മാർക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന അപകടമാണ്. കഴിഞ്ഞ വർഷം കാറ്റഗറിയിൽ, കേരള മെഡിക്കലിൻ്റെ കാറ്റഗറിയിൽ 325ാമത്തെ കുട്ടിക്ക് വരെ SCക്ക് അനുസരിച്ച് ഫീസ് ഇല്ലാതെ MBBS പ്രവേശനം ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ സാധ്യമായി. ഏതാണ്ട് 450 മാർക്ക് വരെയുള്ളവർക്ക് ഉറപ്പായും കിട്ടും. അതിന് താഴോട്ട് മാറ്റങ്ങൾ വരാം. അപ്പം നമുക്കൊരു 450 ദയവായിട്ട് നിങ്ങൾ കട്ട് ഓഫ് ആയിട്ട് മനസ്സിൽ കരുതാവുള്ളൂ. സർ ജൂലി മാത്യു എന്ന് പറഞ്ഞ പ്രേക്ഷകരുടെ ചോദ്യമാണ്, സർ വെറ്റിനറി കർണാടകയ്ക്ക് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് മേഖലകളിലെ MBBS പോലെ തന്നെ താല്പര്യമുള്ളതാണ് അഗ്രികൾച്ചറിൻ്റെയും വെറ്റിനറിയുടെയും ഒക്കെ അഡ്മിഷൻ. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വെറ്റിനറിയുടെയാണ്. കർണാടകത്തിലാണെങ്കിലും ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഗവൺമെൻറ് മേഖലയിലൂടെ ഒരു വെറ്റിനറിയാണ് നമുക്ക് സീറ്റ് വേണ്ടതെങ്കിൽ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് VSI കൗൺസിലിംഗ് വഴി നമുക്ക് ഓൾ ഇന്ത്യ വെറ്റിനറി സീറ്റ് കിട്ടും. നീറ്റാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ 2 വെറ്റിനറി കോളേജുകളുടെ മുഴുവൻ സീറ്റുകളും നീറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓൾ ഇന്ത്യ കോട്ട സീറ്റ് VSI കൗൺസിലിംഗിൽ നിന്ന് കിട്ടുകയും, അതിന് നീറ്റ് തന്നെയാണ് അടിസ്ഥാനം. ഇത് രണ്ടും അല്ലാതെ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വെറ്റിനറി കോളേജോ തമിഴ്നാട്ടിലൊരു വെറ്റിനറി കോളേജോ നമ്മളെപ്പോലുള്ള കർണാടകത്തിൽ എലിജിബിലിറ്റി ഇല്ലാത്തൊരു കുട്ടിക്ക് ലഭിക്കുകയുമില്ല. ഇപ്പോൾ കർണാടക മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് കർണാടകത്തിലല്ലാത്തൊരു കുട്ടിക്ക്, ഒരു കേരളൈറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും KEA വഴി, കർണാടക മെഡിക്കൽ വഴി അപ്ലൈ ചെയ്ത് അവിടെ വെറ്റിനറി കിട്ടുകയില്ല, തമിഴ്നാട്ടിലും കിട്ടുകയില്ല. പിന്നെയോ അവിടുത്തെ സ്വകാര്യ വെറ്റിനറി കോളേജുകളിൽ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്താൽ വളരെ ഉയർന്ന ഫീസിലുള്ള 8 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ പേർ കയറി കൊടുത്തുകൊണ്ടുള്ള മാനേജ്മെൻറ്റ് സീറ്റിന് അതാത് കോളേജുകളിൽ നേരിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. സാർ അടുത്ത ദിയ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, OBC ഹിന്ദു തീയ റിസർവേഷൻ ഉണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആ ഓരോ ജാതി ഉപജാതി വിഭാഗത്തിനെയും അതിനകത്ത് മെയിനായിട്ട് ഓരോ റിസർവേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തീയ എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വില്ലേജ് ഓഫീസ് എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിന് പ്രൊഡ്യൂസ് ചെയ്താൽ ഈഴവ വിഭാഗത്തിൽ ഈ Z കാറ്റഗറിയിൽ നമ്മളെ പെടുത്തുകയും 9% റിസർവേഷൻ കിട്ടുകയും ചെയ്യും. തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തിയാൽ 27% OBC വിഭാഗത്തിൽ നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. സാർ അടുത്ത രേഷ്മ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, കീം ആൻഡ് നീറ്റ് രജിസ്ട്രേഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? കീം രജിസ്ട്രേഷൻ വരുമ്പോഴേക്കും നീറ്റ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് കഴിയും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരാതെ അതിനെക്കുറിച്ച് പറയാനില്ല. ഇത് രണ്ടും ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഒരേ ഡേറ്റുകളിൽ 2 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 2 നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ചോദ്യമില്ല. നോട്ടിഫിക്കേഷനകത്ത് ലാസ്റ്റ് ഡേറ്റ് നോക്കുക. നീറ്റിനകത്ത് NEET.NTA.NIC.in ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് വരെയാണ്. കേരള എൻട്രൻസ് കമ്മീഷനുടെ CE.Kerala.gov.in എപ്പോഴാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത് നോക്കുക. അതിൻ്റെ ഡേറ്റുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. പക്ഷേ എല്ലാവരും ഈ 2 ഓൺലൈൻ ആപ്ലിക്കേഷനും ചെയ്യണം, അതാത് കൃത്യസമയത്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാർ അതുപോലെ അഞ്ജന സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞ വർഷം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു തരത്തിലും നമ്മൾക്ക് മാറ്റം വരുന്നതല്ല.
10 വിരലുകളുടെയും ഇംപ്രഷനാണ് നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. കഴിഞ്ഞ വർഷത്തെ ഇമേജ് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സർ, ജിസി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, സർ BPL സ്കോളർഷിപ്പ് നിലവിലുണ്ടോ? 2020 വരെ മാത്രമേ BPL സ്കോളർഷിപ്പ് നിലവിലുണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗമാണെങ്കിലും, ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും ഒക്കെ വരുമാനം കുറഞ്ഞ കുട്ടികൾക്ക് BPL സർട്ടിഫിക്കറ്റിനനുസരിച്ച് അല്ലെങ്കിൽ വളരെ താഴ്ന്ന വരുമാനമുള്ളവർക്ക് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും വിവിധ ഫീസ് നിരക്കുകൾ ഉണ്ടായിരുന്നു. അതിനാണ് BPL സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ 2020 കൊണ്ട് അത് നിർത്തലാക്കി 21-ലോ 22-ലോ 23-ലോ പ്രവേശനം നേടിയവർക്ക് BPL ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരുവിധ ഫീസ് കൺസെഷൻ ലഭിച്ചിട്ടില്ല. സ്വകാര്യ മേഖലയിൽ 7 ലക്ഷം രൂപ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഓരോ കേസ് നടക്കുന്നത് കൊണ്ടാണ് അതിനൊരു തീരുമാനമാകുന്നിടം വരെ BPL സ്കോളർഷിപ്പ് നിലവിലില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് സ്വകാര്യ മേഖലയിൽ ദയവായിട്ട് അഡ്മിഷൻ എടുക്കരുത്. സർ, അടുത്തൊരു ചോദ്യം, സർ +2 പാസ്സായവർ +2 സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി നീറ്റ് എക്സാം എഴുതുമ്പോൾ? നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നീറ്റിന് അപ്ലൈ ചെയ്യുന്നത് +2 ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളത് കൊണ്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും ഡേറ്റ, കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ആസ് പെർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നാണ് നീറ്റിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. 12ാം ക്ലാസ് ചോദിച്ചിട്ടേ ഇല്ല. എന്നാൽ ജൂലൈ മാസത്തിൽ, ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ കോളേജിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നിർബന്ധമായും +2 മാർക്ക് ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ +2 മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് വെച്ചും നീറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും NDA ചെയ്യുന്നില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും 10ാം ക്ലാസ് ആണ് എല്ലാവരും വെക്കേണ്ടത്. സർ, മഞ്ജു സന്തോഷ് എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്, സ്ട്രേ വേക്കൻസിയെ കുറിച്ചാണ് ചോദ്യം, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഈ വർഷം നമ്മുടെ MCC മെഡിക്കൽ കൗൺസിലിംഗ് ഏകീകൃത അലോട്ട്മെൻറ്റ് സെൻട്രൽ കൗൺസിലിംഗ് ആണ് ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റുകൾ 1, 2, 3, 4 അലോട്ട്മെൻറ്റുകൾ, ആദ്യത്തെ അലോട്ട്മെൻറ്റുകൾ നമുക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടിയിട്ട് നമ്മൾ എടുക്കാതെ പോയാൽ ഒരു കാരണവശാലും സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയില്ല. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഒരു സീറ്റും അലോട്ട് ചെയ്യപ്പെടാത്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുള്ളൂ. ഇനി അതല്ല, മുൻ വർഷങ്ങളിലെ പോലെ കേരള മെഡിക്കലും ഓൾ ഇന്ത്യ മെഡിക്കലും ഒക്കെ സെപ്പറേറ്റ് ആണ് നടക്കുന്നതെങ്കിലും ഈ നിയമങ്ങൾ, പലവിധ നിയമങ്ങൾ, അതായത് ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ സ്റ്റേറ്റ് കൗൺസിലിംഗ് ആണെങ്കിലും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണെങ്കിലും പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇതിനൊരു കോമൺ നിയമമല്ല. ഇപ്പം ഇങ്ങനെയാണ് വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല. അത് ആ അലോട്ട്മെൻറ്റ് സമയത്തെടുക്കുന്നൊരു തീരുമാനമാണ്. മുഴുവൻ സീറ്റുകളും കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അത് ലാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ അതനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കി സ്ട്രേ വേക്കൻസിക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതാണ് രീതി. അതിന് ഫിക്സഡായിട്ടൊരു നിയമമൊന്നുമില്ല. പക്ഷേ കോമൺ ആയിട്ട് സാധാരണ കാണുന്നത് തൊട്ട് മുമ്പ് നടന്ന 3 അലോട്ട്മെൻറ്റുകളും ഒരു സീറ്റ് പോലും അലോട്ട് ചെയ്യാത്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുള്ളൂ. സർ, നമ്മുടെ പാലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പേരൻ്റാണ്. ചോദ്യം ഇതാണ്, പാലയിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട് ട്രിവാൻഡ്രമാണ്. അവരുടെ എക്സാം സെൻറ്റർ എവിടെയാണ് കൊടുക്കേണ്ടത്? കാരണം ഈ 4 വരെ മോഡൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. പ്ലീസ് ഇതിന് വ്യക്തമായൊരു മറുപടി. തീർച്ചയായിട്ടും നമുക്ക് 2024 മെയ് 5-ാം തീയതിയാണ് നമുക്ക് നീറ്റ് എക്സാം. നമുക്ക് പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ എല്ലാ സെൻറ്ററുകളിലുമുണ്ട്. അപ്പോൾ എവിടെയാണ് എക്സാം സെൻറ്റർ വെക്കേണ്ടത്? ഏറ്റവും അവസാനത്തെ മോഡൽ നമുക്കറിയാം 4-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 2 മുതൽ 5 വരെയാണ് നമ്മളുടെ മോഡൽ എക്സാമുകൾ. അപ്പം തീർച്ചയായിട്ടും എല്ലാ കുട്ടികളുടെയും ആഗ്രഹം എല്ലാ പരീക്ഷകളും എഴുതിയിട്ട് നീറ്റ് എക്സാമിന് പോകണമെന്ന് തന്നെയാണ്. അവിടെ നമുക്ക് ആ എക്സാം സെൻറ്ററിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള എളുപ്പത്തിൽ ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പേരൻസിൻ്റെ അടുത്ത് നിന്ന് പോയി വരാൻ പറ്റുന്നത് എവിടെയാണോ അതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം തിരുവനന്തപുരമാണ് നമ്മളുടെ വീടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു മെയ് 1-ാം തീയതിയോ 2-ാം തീയതിയോ തിരിച്ച് നാട്ടിലോട്ട് പോവുകയും തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏകദേശം അഭിപ്രായം. ബാക്കിയുള്ള എല്ലാ പരീക്ഷകളും തിരുവനന്തപുരം സെൻട്രലിൽ വന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യാം. അവസാനത്തെ 2-3 ദിവസം യാത്രകളൊക്കെ ഒഴിവാക്കി വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് എഴുതുന്നത് തന്നെയാണ് നല്ല രീതിയും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് എഴുതുകയും ചെയ്യാം. നമുക്ക് നമ്മളുടെ പേരൻസിനടുത്തുനിന്ന് ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ഏറ്റവും സുഖമായിട്ട് ഉറങ്ങി ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരം കഴിച്ച് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും അവരുടെ ഒരു വിഷസൊക്കെ മേടിച്ച് ഏറ്റവും നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്.
തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയാണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ അവിടുത്തെ ഏത് സ്കൂളും ഏത് വഴികളും നമുക്ക് പരിചിതമാണ്. ഒരു വഴി ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് മറ്റൊരു വഴിയിലൂടെ നമുക്ക് ആ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം ഒരു തരത്തിലും നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതണമെന്ന് നമ്മൾ പറയുന്നത്. ഇനി അതല്ല, പാലായിൽ തന്നെ പരീക്ഷയാണെങ്കിൽ, കോട്ടയം ജില്ലയാണ്, ചെറിയൊരു ജില്ലയാണ്, തീർച്ചയായിട്ടും അതിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് തലേ ദിവസം വന്ന് പിറ്റേ ദിവസം കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി, കാരണം ഉച്ചയ്ക്കാണ് എക്സാം, 1:30-ക്കാണ്. അപ്പോൾ കോട്ടയം ജില്ലയിൽ എവിടെയാണെങ്കിലും പാലായിൽ നിന്ന് 1 മണിക്കൂറിൽ യാത്ര ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. കൂട്ടിക്കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ തീർച്ചയായിട്ടും പറ്റും. അവിടെ നമുക്ക് അറിയില്ലാത്ത ഒരു സ്കൂളോ ഒരു സ്ഥലമാണെങ്കിലും നമ്മൾ പോകേണ്ടി വരും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കൂടുതലധികം കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 5:20 വരെ നീറ്റ് എക്സാം എഴുതി തിരിച്ച് വീണ്ടും ക്യാമ്പസിൽ വന്ന് അതിൻ്റെ കീ ഒക്കെ കണ്ട് അതിൻ്റെ സാറുമാരെ എല്ലാം കണ്ട് ഉറപ്പാക്കിയിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങാറുള്ളത്. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എക്സാം എഴുതാനുള്ള സാഹചര്യം ഏതാണെന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി വരാൻ പറ്റുന്നത് ഏതാണോ അതേതാണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നീറ്റ് എക്സാമിന് തയ്യാറാകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനുള്ള എല്ലാ വർക്കുകളും ഫെബ്രുവരി 4 മുതലുള്ള മോഡൽ എക്സാമുകളിൽ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ഈ വർഷം നമ്മളുടേതാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു, ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ബ്രില്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ലിങ്ക് രേഖപ്പെടുത്തുകയും അതിൻ്റെ കൃത്യമായ ടൈം കോഡ് രേഖപ്പെടുത്തുകയും, ശിവൻ സാർ പറഞ്ഞാൽ ആ ടൈം കോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.